നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 32ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ആറാമത്തെ സഹോദരൻ ഷക്കാഷിക്കിൻ്റെ കഥ. ക്ഷുരകൻ തൻ്റെ ആറാമത്തെ സഹോദരൻ്റെ കഥ പറയാൻ ആരംഭിച്ചു. പൊട്ടക്കാലം എന്നർത്ഥമുള്ള ഷക്കാഷിക് എന്ന പേരിലാണ് എൻ്റെ കനിഷ്ഠ സഹോദരൻ അറിയപ്പെടുന്നത്. അവൻ്റെ ചില പരാക്രമണങ്ങളാണ് അങ്ങനെ ഒരു ബിരുദം അവന് സമ്മാനിച്ചത്. ഞങ്ങൾ 7 പേരിൽ വെച്ച് ഏറ്റവും പാവപ്പെട്ടവൻ അവനായിരുന്നു. എന്നും ഒരു ദരിദ്രവാസി. ഞങ്ങൾക്കുള്ളതുപോലെ ഒരു ഓഹരി, അതായത് 100 ദർഹം അന്ന് അവനും കിട്ടിയിരുന്നു. പക്ഷേ ഇത്രയും പണം ഒന്നിച്ച് കണ്ടപ്പോൾ അവൻ സഹിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് മുഴുവനും ദൂർത്തടിച്ചു. പിന്നീട് ഒരിക്കലും നശ്വരവും ക്ഷണികവുമായ ഐശ്വര്യദേവതയുടെ കടാക്ഷം അവന് ലഭിച്ചിട്ടില്ല. സ്നേഹിതന്മാരുടെ സഹായം കൊണ്ട് വല്ലപ്പോഴും കിട്ടിയ ഭക്ഷണം കഴിച്ച് അവൻ ജീവിച്ചു പോന്നു. ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഷക്കാഷിക്ക് എഴുന്നേറ്റ് നടന്നു ഒരു വലിയ വീടിൻ്റെ പടിപ്പുരയിൽ ചെന്നെത്തി. പടിപ്പുര വാതിൽക്കൽ അടിമകളും ഉദ്യോഗസ്ഥരും ഭൃത്യരുമൊക്കെയായി വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. അതാരുടെ ബംഗ്ലാവാണെന്ന് എൻ്റെ സഹോദരൻ അവിടെ ഒരാളോട് അന്വേഷിച്ചു. ബർമാഗി രാജവംശത്തിലെ ഒരംഗം വസിക്കുന്ന കൊട്ടാരമാണെന്ന് ഒരാൾ പറഞ്ഞു. അത് കേട്ട് ഷക്കാഷിക്ക് പടികൾ കയറി ചെന്ന് അവിടെ നിന്ന കാവൽക്കാരനോട് ഒരു നേരത്തെ ഭക്ഷണം ആവശ്യപ്പെട്ടു. കാവൽക്കാരൻ പറഞ്ഞു, താനിത് എവിടുത്തുകാരനാണെടോ? ഈ കൊട്ടാരത്തിൽ വന്ന് ആഹാരം ചോദിക്കേണ്ട കാര്യമില്ലെന്ന് അറിഞ്ഞുകൂടെ? നേരെ അകത്ത് ചെന്ന് യജമാനനെ കണ്ടാൽ മതി. ആഹാരവും വസ്ത്രവും മാത്രമല്ല, എന്തു വേണമെങ്കിലും കിട്ടും. അത് കേട്ട് ഷക്കാഷിക്ക് അകത്ത് ചെന്നു. വലിയ മുറ്റവും പൂക്കളും കിളികളും നിറഞ്ഞ പൂന്തോട്ടവും കൺകുളിർക്കെ കണ്ടു. പട്ടുതിരശീലകൾ തൂക്കിയ അകത്തളത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച അതിലും മനോഹരമായിരുന്നു. നിലത്ത് വിവിധ വർണ്ണങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തറയോട് പാകിയിട്ടുണ്ട്. മധ്യത്തിൽ വെണ്ണക്കല്ലിൽ കൊത്തിയ കൃത്രിമ ജലാശയം. സിൽക്ക് പരവതാനി വിരിച്ച നിലത്ത് മെത്തയിൽ നരച്ച് നീണ്ട താടിയുള്ള ഒരു വൃദ്ധൻ ശയിക്കുന്നു. ഷക്കാഷിക്ക് ആ വൃദ്ധനെ സമീപിച്ച് വണങ്ങി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൃദ്ധൻ എഴുന്നേറ്റ് പ്രത്യഭിവാദനം ചെയ്തു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹിതന് എന്താണ് വേണ്ടത്? ഒരു നേരത്തെ ആഹാരം വേണം, വിശന്ന് ചാകാറായി. അത് കേട്ട് വൃദ്ധന് വലിയ ദുഃഖമുണ്ടായി. നിറഞ്ഞ കണ്ണുകളോടെ അയാൾ പറഞ്ഞു, ദൈവമേ, എൻ്റെ നഗരത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് തെണ്ടുന്നവരുണ്ടെന്നോ? കഷ്ടം, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ സഹോദരൻ മുകളിലേക്ക് കൈകൾ ഉയർത്തി, അല്ലാഹു അങ്ങയ്ക്ക് നന്മ വരുത്തട്ടെ. നീ ഇവിടെ താമസിച്ചാൽ മതി. എൻ്റെ ആഹാരത്തിൽ ഒരു പങ്ക് നിനക്കും തരാം. വളരെ നന്ദി യജമാനനെ. ഇനി പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. ഉടനെ വൃദ്ധൻ കൈകൊട്ടി. അത് കേട്ട് ഓടി വന്ന ഭൃത്യരോട് കൽപ്പിച്ചു, വേഗം പോയി വെള്ളിക്കിണ്ണത്തിൽ കൈ കഴുകാനുള്ള വെള്ളം എടുത്തു കൊണ്ടുവാ. എന്നിട്ട് അയാൾ എൻ്റെ സഹോദരനോട് പറഞ്ഞു, സ്നേഹിത, ഇന്ന് നിങ്ങളെൻ്റെ അതിഥിയാണ്. എഴുന്നേറ്റ് കൈ കഴുകാം. ഭൃത്യൻ വെള്ളവുമായി വന്നില്ലെങ്കിലും അയാൾ അവിടെ ഇല്ലാത്ത പാത്രത്തിൽ നിന്ന് കൈ കഴുകുന്നതായി അഭിനയിച്ചു. പിന്നെ നനയാത്ത കൈകളിലെ ഈർപ്പം അവിടെ ഇല്ലാതിരുന്ന തൂവാലയിൽ തുടച്ചതായും ഭവിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന എൻ്റെ സഹോദരൻ അയാളുടെ നിർബന്ധം കൊണ്ട് ആതിഥേയൻ്റെ നേരം പോക്കാണ് ഇതെല്ലാം എന്ന് വിചാരിച്ച് അയാളെ അനുകരിച്ചു. വൃദ്ധൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വേഗം ആഹാരം വിളമ്പിക്കോ, ഇദ്ദേഹത്തിന് വിശക്കുന്നു. ഉടനെ നിരവധി ഭൃത്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭക്ഷണം വിളമ്പുന്നതായി അഭിനയിക്കാൻ തുടങ്ങി. ചില പണക്കാർ ഇത്തരം ചില തമാശകൾ കാണിച്ച് രസിക്കുമെന്നറിയാമായിരുന്നത് കൊണ്ട് എൻ്റെ സഹോദരൻ ക്ഷമയോടെ അവിടെ ഇരുന്നു. നിങ്ങളെൻ്റെ അടുത്തിരിക്കൂ, ഇതെല്ലാം കഴിച്ച് വിശപ്പ് മാറ്റൂ എന്ന് ആതിഥേയൻ ക്ഷണിച്ചപ്പോൾ എൻ്റെ സഹോദരൻ അദ്ദേഹത്തിനടുത്തിരുന്നു. വൃദ്ധൻ സാങ്കല്പികമായ സദ്യ ആസ്വദിക്കാൻ തുടങ്ങി. പാത്രത്തിൽ വിരൽ മുക്കി രുചി നോക്കി. പലഹാരം മുറിച്ച് വായിലിട്ട് ചവിച്ചിറക്കി. ഇടയ്ക്ക് എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇത് സ്വന്തം വീടാണെന്ന് കരുതാം, വയർ നിറയെ കഴിക്കാം. ഈ റൊട്ടി ഒന്നാന്തരം, ഒരു കഷ്ണം കൂടിയാവാം. ഷക്കാഷിക്ക് സന്ദർഭത്തിനൊത്തുയർന്നു. ശരിയാണ്, റൊട്ടി നന്നായിട്ടുണ്ട്. ഇതുണ്ടാക്കിയ കുശിനിക്കാരിയെ 500 ദിനാർ വില കൊടുത്തു വാങ്ങിയതാണ്. പാചകകലയിൽ ബഹുമിടുക്കി. ഇതാ ഈ കറി നോക്കൂ, മസാല പാകത്തിനില്ലേ? എല്ലാം ഉണ്ട്. രുചി മാത്രമല്ല, മണവും കേമൻ തന്നെ, ഷക്കാഷിക്ക് പറഞ്ഞു. കറിയുടെ രുചിയും മണവും ആസ്വദിക്കുന്നതായി അഭിനയിക്കുകയും ചെയ്തു. ഈ പൊരിച്ച കോഴിയിൽ ബദാം
അരച്ചു ചേർത്തിട്ടുണ്ട്. ആട്ടിറച്ചിക്കറി എങ്ങനെ? കുരുമുളകും ഏലവും മുന്തിരിങ്ങയും ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാഹുവിന് നന്ദി. ഇത്രയും നല്ല ഇറച്ചിക്കറി ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. ഇതാ, ഇതൊന്ന് രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കിഴവൻ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് എൻ്റെ സഹോദരൻ്റെ വായിലിട്ട് കൊടുക്കുന്നതായി ഭവിച്ചു. അവൻ വായി തുറന്ന് രുചിയോടെ ചവച്ചിറക്കി ഏമ്പക്കം വിട്ടു. ബഹുവിശേഷം എന്ന് വിശേഷിപ്പിച്ചു. ഒരു കഷ്ണം ഉണക്കരട്ടിയെങ്കിലും കിട്ടിയെങ്കിൽ കത്തിക്കാളുന്ന വിശപ്പ് അല്പമൊന്ന് ശമിക്കുമായിരുന്നു എന്നായിരുന്നു ഈ സമയമെല്ലാം എൻ്റെ സഹോദരൻ്റെ വിചാരം. എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. ഒടുവിൽ അവൻ പറഞ്ഞു, മതി, എൻ്റെ വയറ് നിറഞ്ഞു. ഉടനെ വൃദ്ധൻ ഭൃത്യനെ വിളിച്ചു. ഈ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് പഴങ്ങളും പലഹാരങ്ങളും കൊണ്ടുവരൂ എന്നാജ്ഞാപിച്ചു. ഭൃത്യന്മാർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തുടങ്ങി. കുടിക്കാൻ ബദാം ചേർത്ത പനിനീര് വേണ്ടേ? അതോ ഓറഞ്ച് നീര് മതിയോ? അല്ലെങ്കിൽ രണ്ടുമാകാം. ആരെവിടെ? കുടിക്കാൻ കൊണ്ടുവരൂ. ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഈന്തപ്പഴവും കസ്തൂരിയും ചേർത്ത ഒരു പുതിയ വിഭവമാണ് ഈജിപ്തിലെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. കൊള്ളാം, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കസ്തൂരി അല്പം കൂടിപ്പോയില്ലേ എന്നൊരു. ഹേയ്, കൂടിപ്പോയതല്ല, മനഃപൂർവ്വം കൂട്ടിയതാണ്. എങ്കിലേ രുചിയും സുഗന്ധവും ഉണ്ടാവൂ. മടിക്കേണ്ട സ്നേഹിത, വയറ് നിറയട്ടെ. വെറുതെ ചവച്ച് ചവച്ച് എൻ്റെ സഹോദരൻ്റെ താടിയെല്ല് വേദനിച്ചു തുടങ്ങി. യജമാനനെ, മതി മതി, വയറ് നിറഞ്ഞുപോയി. ഇത്ര പെട്ടെന്നോ? ആഹാ, എന്നാൽ ഇനി വീഞ്ഞു കൊണ്ടുവരാൻ പറയാം. ഉടനെ വീഞ്ഞും പാത്രങ്ങളും കൊണ്ടുവന്നതായി സങ്കല്പിച്ച് ആതിഥേയൻ പാത്രം നിറച്ചു. ഇതാ, ഈ വീഞ്ഞിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സഹോദരൻ അത് കുടിച്ചതായി നടിച്ച് അഭിപ്രായം പാസാക്കി. പ്രമാദം. തുടർന്ന് അനേകം ഗ്ലാസ് വൈൻ കുടിച്ചു തീർത്തതായി അഭിനയിച്ചു. ലഹരി തലയ്ക്ക് പിടിക്കുന്നതായി ഭവിച്ച് എൻ്റെ സഹോദരൻ തല ഒരു വശത്തേക്ക് ചരിച്ചു. സംഭാഷണം അവ്യക്തമായി. പരസ്പര ബന്ധമില്ലാതെ ചിലത് പുലമ്പി. കുടിച്ച് വെളിവ് കെട്ടവനെ പോലെ എഴുന്നേറ്റ് കൈ ഉയർത്തി ആതിഥേയൻ്റെ കഴുത്തിൽ ശക്തിയായി അടിച്ചു. അടുത്ത നിമിഷം കൂടുതൽ ശക്തിയായി രണ്ടാമത്തെ അടിയും വീണു. ആതിഥേയൻ കോപത്തോടെ അലറി, കഴിവേറി, നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ സഹോദരൻ പറഞ്ഞു, യജമാനനെ പൊറുക്കണം, അങ്ങെനിക്ക് ഭക്ഷണം തന്നു. കോഴിയിറച്ചിയും ആട്ടിറച്ചിയും പലഹാരങ്ങളും പഴങ്ങളും തന്ന് എൻ്റെ വയർ നിറഞ്ഞു. അങ്ങ് തന്ന വീഞ്ഞ് കുറച്ചധികമായി. എൻ്റെ സമനില തെറ്റിപ്പോയി. വീഞ്ഞിൻ്റെ ലഹരിയിൽ ഞാൻ അരുതാത്തത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ബാക്കി കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്.